ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് കണ്ടെത്തിയ തിരിച്ചറിയാനാകാത്ത മൃതദേഹം പുത്തുമല ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയിൽ കൂട്ടമായി സംസ്കരിക്കും. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ. സർവ്വമത പ്രാർത്ഥനയോടെയാണ് സംസ്കാരം. ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങളുമായി ദീപക് ധർമ്മടം, സജോ ദേവസ്യ, ഷഹദ് റഹ്മാൻ എന്നിവർ. ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക്. ദീപക്, സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയോ? അനുജ, സംസ്കാര ചടങ്ങുകൾ തുടങ്ങിയിട്ടില്ല. അത്യന്തം ദുഃഖകരമായ ശോകമൂകമായ അന്തരീക്ഷം. നമ്മൾ പറയില്ലേ, സാധാരണ ശ്മശാനമൂകതയാണ് ഈ നാട്ടിൽ. ഒരു നാടാകെ ഒരു ദുരിതക്കയത്തിലേക്ക് പോകുന്ന, ദുരന്തക്കയത്തിലേക്ക് പോകുന്ന കാഴ്ച. അതിൻ്റെ ഒടുവിൽ തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ, അതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യം. അതായത് മരണപ്പെടുമ്പോൾ അത് ഉറ്റവൻ്റെതാണ്, ഉടയവൻ്റെതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങളാണ് ഇന്നിവിടെ എത്തിക്കുന്നത്. 29 മൃതദേഹങ്ങൾ എത്തിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. പക്ഷേ എന്നാൽ വളരെ ഡീകമ്പോസ്ഡായ, അഴുകി തുടങ്ങിയിരിക്കുന്ന 8 മൃതദേഹങ്ങൾ മാത്രമാണ് ഇന്നിവിടെ എത്തുക എന്നുള്ളതാണ്. ഏതാണ്ട് 8 മണിയാവും സംസ്കാര ചടങ്ങുകൾ നടക്കാനെന്നുള്ളതാണ്. നേരത്തെ അനുജ പറഞ്ഞതുപോലെ സർവ്വമത പ്രാർത്ഥനയോടുകൂടി എല്ലാ മത ആചാര, കാരണം ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് അത്തരമൊരു പ്രയാസം ഉണ്ടാകരുത് എന്നുള്ളതുകൊണ്ട് സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് സംസ്കാരം നടക്കുക. ഒരു ഭാഗത്ത് തെരച്ചിൽ പുരോഗമിക്കുന്നു, മറുഭാഗത്ത് ഇവിടെ ഈ സംസ്കാരം, തിരിച്ചറിയാൻ പറ്റാത്തവരുടെ സംസ്കാരം നടക്കണം. ഈ ഘട്ടത്തിൽ നമ്മളോട് ഈ പഞ്ചായത്തിൽ, മേപ്പാടി പഞ്ചായത്ത് മെമ്പറായ ജോബിഷ് ചേരുകയാണ്. ജോബിഷ്, ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം നാടാകെ കണ്ണീരിലാവുന്നൊരവസ്ഥയാണ്. ഇപ്പം മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ഇവിടേക്ക് എത്തുകയാണ്. നേരത്തെ അനുജ, പുത്തുമലയിലെ ദുരന്തം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. 2018-19 ആ സമയത്തെ ദുരന്തത്തിൻ്റെ കെടുതികളുടെ ഭാഗമായൊരു പ്രദേശത്താണ് സംസ്കാരം നടക്കുന്നത്. ആ ദുരന്തമുഖത്ത് അന്നും ഇന്നും സജീവമായിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പറാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത്. ജോബിഷ്, എത്ര മൃതദേഹങ്ങളാണ് വരുന്നത്? എന്താണ് അവിടുത്തെ അവസ്ഥ? 8 മൃതദേഹങ്ങൾ വരുന്നതാണ് പറഞ്ഞിരുന്നത്. പ്ലസ് ഒന്നും കൂടെ വരാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട്. 9 പേരാണ്. ബാക്കിയുള്ളവരെ ഇനി 4 കുടുംബങ്ങളൂടെ ഇന്ന് ഈ മൃതദേഹങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് 9 എണ്ണം മാത്രമായത്. ബാക്കി നാളെ വൈകുന്നേരത്തേക്കായിരിക്കും ചടങ്ങുകൾ നടക്കുക. ഈ ഒരു പ്രദേശാകമാനം, ഞാൻ നേരത്തെ റേഷൻ കടക്കാരനുമായി സംസാരിക്കുകയായിരുന്നു. ആ റേഷൻ കടയിലെ റേഷൻ കാർഡുള്ള നിരവധി ഉടമകളാണ് ഇല്ലാതായത്. ഈ നാടിന് താങ്ങാൻ പറ്റുന്ന ദുരന്തമാണ്. ഈ നാടിന് താങ്ങാൻ പറ്റുന്നൊരു അതിൽക്കേറെ ദുരന്തമാണ്. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നാട് ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളത്. ഒരുപാട് മൃതദേഹങ്ങൾ ഇനിയും കിട്ടാനുണ്ട്. നമുക്ക് ഇന്നത്തേക്ക് 5-6 ദിവസത്തോളമായി. 6 ദിവസം കൊണ്ട് നമുക്കിനി എപ്പോഴാണ് ബാക്കിയുള്ളവർ കിട്ടുക എന്നുള്ളൊരു അവ്യക്തതയാണ് ഇനിയും തുടരുന്നത്. അനുജ, ഇത് തന്നെയാണ് അവസ്ഥ. ഒരു ഭാഗത്ത് തെരച്ചിൽ നടക്കുന്നു, മൃതദേഹം കണ്ടെത്താൻ പറ്റാത്ത സാഹചര്യം, കണ്ടെത്തിയാൽ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യം. അതിനിടയിലാണ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ നമുക്കിപ്പോൾ കാണാം. എനിക്ക് മുൻപിലും പുറകിലുമൊക്കെ കാണുന്നത് മൃതദേഹങ്ങൾ, തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ടിയുള്ള കുഴികൾ ഒരുക്കിയതാണ്. മറ്റൊരു കാര്യം, ഈ അവയവങ്ങൾ, ശരീരഭാഗങ്ങൾ മാത്രമായി കിട്ടിയിട്ടുണ്ട്. അത് സംസ്കരിക്കാൻ വേണ്ടിയും കുഴികൾ അപ്പുറത്ത് ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു നാടിന് താങ്ങാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു നാട് ഇത്രമേൽ കണ്ണീരോടെ ഒരു സംസ്കാര ചടങ്ങിലേക്ക്, തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയിലേക്ക്, ഒരു ദുഃഖത്തിലേക്കാണ് ഈ നാട് നീങ്ങുന്നത്. ഏതാണ്ട് 8 മണിയോടെ സംസ്കാരം നടക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിക്കുന്നത്. അനുജ, ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് കണ്ടെത്തിയ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹം പുത്തുമല ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയിൽ കൂട്ടമായി സംസ്കരിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ അവിടെ പൂർത്തീകരിക്കുകയാണ്. ഇന്ന് 9 മൃതദേഹമാകും അവിടെ സംസ്കരിക്കുക എന്നതാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള ആൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ശരീരഭാഗങ്ങൾ സംസ്കരിക്കുന്നതിനായി പ്രത്യേക കുഴിമാടം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ കുഴിമാടം വേണമെന്നൊരു ആവശ്യം വന്നതിനെ തുടർന്നാണ് അവിടെ ഇപ്പോൾ കൂടുതൽ കുഴികൾ എടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത്. ഇനിയും തിരിച്ചറിയാനുണ്ട്. അത് അടുത്ത ദിവസങ്ങളിൽ ആളുകളെ തിരിച്ചറിയാനുള്ള ബന്ധുക്കൾ എത്തും എന്നുള്ളതാണ്. അപ്പോൾ മൃതദേഹം തിരിച്ചറിയാൻ ഇനിയുമുണ്ട്. അത് ഒരു കുടുംബത്തിൽ ഒന്നിലേറെ കുടുംബങ്ങൾ ഉള്ളവരുടെ മൃതദേഹം തിരിച്ചറിയാൻ ഇനിയുമുണ്ട് എന്നാണ് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അധികൃതർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഏതാണ്ട് 8 മണിയോടെയൊക്കെ ആകും ഈ സംസ്കാരം നടക്കാൻ എന്നുള്ളതാണ്. ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് ഇത്. ഷഹദ് റഹ്മാൻ CHC മേപ്പാടിയിൽ നിന്നാണ് ഇപ്പോൾ ഉള്ളത്. ഷഹദ്, അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? അനുജ, ഞാൻ നിൽക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ഈ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. ഇവിടെ നിന്നാണ് ഈ മൃതദേഹങ്ങൾ അല്പസമയത്തിനകം ഈ സർവമത പ്രാർത്ഥന പ്രകാരം സംസ്കരിക്കാൻ പോകുന്ന ഈ മൃതദേഹങ്ങൾ ഇവിടെ നിന്നുമാണ് കൊണ്ടുപോകുന്നത്. ഈ APJ അബ്ദുൽ കലാം കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. തിരിച്ചറിയാത്ത 8 മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിക്കുക എന്നുള്ളതാണ് അല്പസമയം മുമ്പ് റവന്യൂ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. 7:30 മണിയോടുകൂടിയാണ് മേപ്പാടി പുത്തുമലയിൽ ഈ മൃതദേഹം
മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഒരു മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു മൃതദേഹമാണ്. അത് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം ഇനി കൊണ്ടുപോകാനുള്ളത് 8 മൃതദേഹങ്ങളാണ്. ആ 8 മൃതദേഹങ്ങളിൽ 2 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഈ CHSCയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മറ്റു മൃതദേഹങ്ങളും കൂടി കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹാളിലുള്ളത് 6 മൃതദേഹങ്ങളാണ്. ഈ 2 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ 8 മൃതദേഹങ്ങളും ഈ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും അതുപോലെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിലും ഇവിടെ നിന്ന് കൊണ്ടുപോകും. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇതിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അല്പസമയം മുൻപ് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന്റെ ഉത്തരവ് ആരോഗ്യ മേഖലയിലെ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ഇതിന് നേതൃത്വം നൽകുന്ന ആരോഗ്യ പ്രവർത്തകന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകന് ഉത്തരവ് കൈമാറി. ഇനി ഈ 2 മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുന്ന് ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോകും. ഇതിനോടകം തന്നെ ഇതിൽ പുഷ്പാർച്ചന നടത്തേണ്ടതും അതുപോലെ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കേണ്ട ഈ റീത്ത് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വരാനിരിക്കുന്ന അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിയേണ്ട 2 മൃതദേഹങ്ങൾക്കായിട്ടാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന 8 മൃതദേഹങ്ങളായിട്ട് തന്നെ ഉള്ളതാണ്. ശരീരഭാഗങ്ങൾ ഒന്നും തന്നെ ഇന്ന് ഇപ്പോൾ കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ 20 ശരീരഭാഗങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ആരോഗ്യ പ്രവർത്തകരുമായിട്ടും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഈ പ്രവർത്തകരുമായിട്ടും സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ശരീരഭാഗങ്ങളൊന്നും തന്നെ ഈ സംസ്കരിക്കാനായിട്ട് കൊണ്ടുപോകുന്നില്ല. മറിച്ച് ആ 8 മൃതദേഹങ്ങൾ തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഈ 8 മൃതദേഹങ്ങളും ഒരു രീതിയിലും തിരിച്ചറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഉത്തരവിനായിട്ട് കാത്തിരുന്നത് എന്ന് പറയുന്നത് നാളെ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് അവകാശവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഇതിന് ആരും തന്നെ അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞു വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം നടപടികളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് റവന്യൂ വകുപ്പ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇവിടെ ഈ വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 2 ആംബുലൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി കൂടുതൽ ആംബുലൻസ് കൂടി ഈ മേഖലയിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള വഴിയും മറ്റും ഒരുക്കി വളണ്ടിയേഴ്സും അതുപോലെ തന്നെ പോലീസും ഇവിടെ സജ്ജരാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടേക്കുണ്ട്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഈ മൃതദേഹം സംസ്കരിക്കുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും ഇവിടെ നിന്നും ഇത് കൊണ്ടുപോവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ 64 സെന്റ് സ്ഥലത്താണ് ഈ സർവ്വമത പ്രാർത്ഥനയോടുകൂടി ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്നുള്ളതും അല്പസമയം മുൻപ് റവന്യൂ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറയുകയും ചെയ്തിട്ടുണ്ട്.